ഇന്നത്തെ കാലത്ത് നിങ്ങൾ സർവ്വസാധാരണമായി പറയുന്ന ഒന്നാണ് ആരും ആരുടെയും സ്വന്തമല്ല എന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരുടെ സ്വന്തമാണ്? മറ്റുള്ളവർക്ക് നിങ്ങളെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവർ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും മാറ്റം വരുത്തും. അവരുടെ ആവശ്യങ്ങൾ കഴിയുവോളം നിങ്ങൾ അവർക്ക് പൊന്നായിരിക്കും. നിങ്ങളെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പാഴ്വസ്തുവിന്റെ വില പോലും നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആരെയെങ്കിലും കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ എല്ലാവരും നിശബ്ദമായിരിക്കും. അവർക്കത് കേൾക്കാൻ പോലും താല്പര്യമുണ്ടാകില്ല. എന്നാൽ ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറയുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ ആളുകൾ എത്തിച്ചേരുമെന്ന് നിങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതാണ് അവസ്ഥ. ഈ ലോകത്തുള്ള എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വഭാവത്തിലും മാറ്റം വരുത്തുന്നവരാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന വ്യക്തി അത്യാവശ്യ സമയത്ത് നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, അയാളുടെ യഥാർത്ഥ മുഖം അതായിരുന്നു. നമ്മുടെ യാത്രയിലേക്ക് പലരും വന്നു ചേരുന്നത് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കാനായാണ്. നമ്മുടെ മോശ സമയത്താണ് പല മുഖംമൂടികളും നമുക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുക. അതുകൊണ്ട് തന്നെ മോശ സമയം എന്നത് നല്ലതാണ്. പലതും തിരിച്ചറിയാനും പലതും മനസ്സിലാക്കാനും അത് നിങ്ങളെ പ്രാപ്തമാക്കും. വളരെ വിചിത്രമായ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചന്ദനത്തിരി ഭഗവാന് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിലും അതിന്റെ സുഗന്ധം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരെ തേടി കണ്ടുപിടിക്കുക, അവരോടൊപ്പം കൂടുക. നിങ്ങളെ ഉപയോഗിക്കാനായി കാത്തുനിൽക്കുന്നവർ സ്വയം നിങ്ങളെ തേടി കണ്ടുപിടിച്ചുകൊള്ളും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കാൻ മെനക്കെടരുത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കും. ചായയിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ ചായ മുഴുവനും കളയും. എന്നാൽ ഈച്ച തേനിലാണ് വീഴുന്നതെങ്കിൽ ഈച്ചയെ എടുത്തു കളയും. അത്ര വ്യത്യാസം മാത്രം. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റിലുള്ളവരും. ആ കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾ തല ഉയർത്തി നടന്നാൽ മറ്റുള്ളവർ പറയും നിങ്ങൾക്ക് അഹങ്കാരമാണെന്ന്. നിങ്ങൾ തല താഴ്ത്തി നടന്നാൽ മറ്റുള്ളവർ പറയും നിങ്ങൾ ഒരാളുടെയും മുഖത്ത് നോക്കുക പോലുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടും. എന്നാൽ യഥാർത്ഥത്തിൽ ആരും നിങ്ങളോടൊപ്പം ഇല്ല എന്നതാണ് സത്യം. എന്ത് സാഹചര്യത്തെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ ശീലിക്കുക. കാരണം നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഈ ലോകത്ത് ഒരു വിലയുമില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അടഞ്ഞ വാതിലിന് മുന്നിൽ നിരാശയോടെ നിൽക്കുന്നത് കാരണം തൊട്ടടുത്ത് നിങ്ങൾക്കായി തുറക്കുന്ന വാതിൽ കാണാതെ പോകുന്നു. പരാജയവും നിരാശയുമൊക്കെ ഈ ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. വിഷയം ഇത്രമാത്രമാണ്, നിങ്ങൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നത് മാത്രം. നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഒരിക്കലും മാറ്റി എഴുതാനാവില്ല. എന്നാൽ നിങ്ങളുടെ വരാനിരിക്കുന്ന സമയത്തെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മുന്നിൽ വരുന്ന ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും കണ്ട് ഒരിക്കലും ഭയന്നിരിക്കരുത്. നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നാളെ നിങ്ങളെ വലിയവനാക്കുന്നതും. നിങ്ങൾ ആർക്കു വേണ്ടിയും നല്ലത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ തെറ്റിൽ അവർ നിങ്ങളുടെ എല്ലാ നന്മകളും മറക്കും. അതാണ് മനുഷ്യൻ.